Good morning guys, welcome back to my channel. സമയം ഏകദേശം 8:15 ആയി. പൂക്കളുള്ള സാരി സോറി ഇവള് അവിടെ സാരി എടുക്കുന്നുണ്ട്. നമ്മൾ പൂക്കളുള്ള സാരി എടുത്തിട്ട് എങ്ങോട്ടാ പോകുന്നത്? എല്ലാവർക്കും വെൽക്കം ടു അവർ ഓണാഘോഷ പരിപാടി. ഇന്ന് പടും പാത്തും അവരൊക്കെ വരുന്നുണ്ട്. പൂക്കളിടണം, പായസം വെക്കണം, ഫുഡ് സദ്യ, അങ്ങനത്തെ മൾട്ടിപ്പിൾ ഓഫ് ടൈപ്പ് ഓഫ് പരിപാടി. കേസപ്പോൾ അവൾ സാരി ഒക്കെ എടുത്തിട്ട് ഞാൻ റെഡി. ഇനി നമുക്ക് ഫ്ലവർ വാങ്ങാൻ പോവാം. കുഞ്ഞുവിന്റെ കാർ ഇന്നലെ നൈറ്റ് പോയിട്ട് ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ട്. സോ നമ്മൾ അതിലാണ് അപ്പം ഞങ്ങൾ ഇനി പൂ വാങ്ങാൻ പോവാണ്. നമ്മുടെ കുഞ്ഞുവിന്റെ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി മഴ ഉണ്ടല്ലേ, രാവിലെ തന്നെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെ പൂവൊക്കെ കിട്ടുന്ന സ്ഥലം. അപ്പൊ നമ്മള് പൂ മേടിക്കാൻ പോവാണ്. ഫ്ലവർ ഷോപ്പ് ഫ്ലവറിന്റെ എന്താ പറയാ സാരി എടുത്തിട്ട് നമ്മള് ഫ്ലവർ ഷോപ്പിലേക്കാണ് പോകുന്നത്. ഓക്കെ, അത് പറയാനാണോ എന്റെ ബേബി ഇത്രേ ടൈം കൗണ്ടർ. ഞാൻ ചില കൗണ്ടറുകൾ എന്റെ കയ്യിൽ നിന്ന് പറന്നു പോകും. പിന്നെ പറന്നു പോകും. അതാണ് കേട്ടില്ല, പറന്നു പോകും കൈസ്. മഴ ഒരു വൃത്തികെട്ട ക്ലൈമറ്റ്. അതായത് പെയ്യൂല്ല എന്നാ പെയ്യത്തുമില്ല, എന്നാ പെയ്യോ എന്നാ പെയ്യൂല. എന്താണിത്? വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി. മാർക്കറ്റ് മൊത്തം കാലി ഹേ ബേബി. ഇവിടെ കുറച്ച് മീനുകളുണ്ട്. ഇതിനെത്ര വെച്ച്? ഇതെന്താ മീന്? പിലോപ്പിയ. സാധനങ്ങളൊക്കെ വാങ്ങി ഇനി പോവാ. അയ്യോ ചേട്ടത്തി ഇറങ്ങ. നീങ്ക ഈ ജമന്തി കളർ സാരി എടുത്ത് എങ്ക പോണ്? പിങ്ക്. പിന്നെ എപ്പടി இந்த കളറ്? മജന്ത കളർ എടുത്ത് രാവിലെ തന്നെ മാർക്കറ്റിൽ വന്ന ഒരേ രീതി. നമ്മള് ഫ്ലവർ മാർക്കറ്റിലെത്തി. അവിടെ നിർത്തി ജമന്തി. ഇനി നമുക്ക് വേണം ഈ കളറും വാങ്ങാം. നമ്മൾ യൂഷ്വൽ സാധനങ്ങൾ ആക്കാന്ന് വിചാരിച്ചു. നമുക്ക് വേണം ഇങ്ങനത്തത് വാങ്ങാം. ബേബി ചെവിയിൽ വെച്ചോ. ആ എടാ നല്ല ഭംഗി അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനേ. അത് വെക്ക്, അത് വാങ്ങാം. വെക്ക് ചെവിയില്. ആ വെക്ക് ബേബി. എന്താ ഇങ്ങനെ മോട്ടറാക്കല്ലേ? മറ്റേ സിനിമ DC സിനിമ അല്ലേ? DC സിനിമ മാതിരി ഇருக்கு സെറ്റ്. നമുക്ക് അങ്ക ഇരിക്കുന്ന സെറ്റത്തിൽ നമുക്ക് 2 റോസ് തന്നിருக்கு. ഇങ്ക റോസ് ഒരു റോസ് ആൻഡ് അൽഫിക്ക് വേറെ റോസ്. പോയി അവളെ സാരിന്റെ ബ്ലൗസിന്റെ ഡിറ്റോ കളർ അല്ലേ? കറക്റ്റ് ഡിറ്റോ. നല്ല ഭംഗിയുണ്ട്. അത് വെച്ചോ, അത് ചീത്താകുമ്പോ ഞാൻ ഇതോടും തരാം. ഇത് ഞാൻ തൽക്കാലം ഇവിടെ വെക്കാം. எப்படி இருக்கு? എണ്ണ പട്ടി സെട്ടാ. സെട്ടത്തി പാവം, നല്ല സെട്ടത്തി. കറക്റ്റ് മറ്റേ സിനിമയില് പ്രാന്തായിട്ടുള്ള ரொம்ப பேசுது. இப்ப டிரைவ் ചെയ്ത് പോവാ. ഓക്കെ, இங்க கீ இருக்கு. என்ன ஃப்ளவர் வச்சா ரொம்ப அழகா இருக்கு. വീണോ എന്റെ ഫ്ലവർ വീണോ? അല്ല ഇത് വീണാലും കുഴപ്പമില്ല, ചെവിത്തെ ഫ്ലവർ വീണോ അല്ലേ? ഓക്കെ അല്ലേ? രസല്ലേ? ഇനി പോയിക്കോ, അമ്മ പോയിട്ട് ഫ്ലവർ ഇടാം. ഗസപ്പ് ഓണായിട്ട് വിരുന്നേരൊക്കെ വന്നു. പിന്നെ കമന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു കാര്യമായിരുന്നു, പടു എവിടെ. എസ്പെഷ്യലി കുറെ ഗേൾസ് ഭയങ്കര മെസ്സേജ് ആയിരുന്നു, ഇൻസ്റ്റയിലും മെസ്സേജ് ആയിരുന്നു. സോ ഒരു കാര്യം പറഞ്ഞു, പടുവിന് നല്ല ബിരിയാണി. ഇത് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി കേട്ടോ. അല്ല കഴിച്ചോക്ക്, നീ കഴിച്ചോക്ക്. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. നീ കണ്ണിങ്ങനെ അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. അപ്പം ഇന്ന് ഇവിടെ ഓണം സംബന്ധിച്ചിട്ട് ഓണത്തിന്റെ കുറെ ഗെയിംസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പൂക്കളിട്ട് തുടങ്ങുകയാണ്. ആൻഡ് ഐ ഹാവ് എ പാർട്ട്ണർ ഹിയർ, ഓൺലി പടു ഹിയർ. സോ ഞങ്ങൾ ഈ പൂവായിട്ടുണ്ട്, റോസ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ റോസ്. പിന്നെ വൈറ്റ് പൂവായിട്ടുണ്ട്. ഇതിൻ്റെ പേരത് കോളാമ്പൂ ആണെന്ന് തോന്നുന്നു. കോളാമ്പൂ. പിന്നെ ജമന്തി. കുറച്ച് പോലെ നമ്മൾ ചെറുതായിട്ട് പേരിനൊന്നൊരു പൂക്കളം. ഞാനിപ്പോൾ റോസ് ഒക്കെ ഇങ്ങനെ പറിച്ചിടാം കേട്ടോ. അൽഫി വാ,
എല്ലാരും നല്ല റോസ് ലാസ്റ്റ് ഓരോന്നിടാൻ കഴിയില്ലല്ലോ. അപ്പൊ എനിക്ക് തന്ന ഫ്ലവർ ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു. താങ്കളുടെ നെറ്റ് ഭയങ്കര സ്ലോ ആണോ? താങ്കളുടെ നെറ്റ് അല്ല, ദിസ് ഈസ് കൂൾ ഉണ്ട്, റോസ് പോലെയല്ല. താങ്കളുടെ നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു. പൂവുകൊണ്ട് ആരോഗ്യമില്ല കണ്ട. ഇത് ഫ്ലവർ പോലെ അല്ലേ ഇത്, ദിസ് ഈസ് ടു ഹാർഡ് ബ്രോ. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ജമന്തി. നല്ല റോസ് കളർ ജമന്തി. ഇതാണ് ജമന്തി കേസ്. ആഹാ, സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ രസമുണ്ട്. സുമുഖനും സുന്ദരിയുമായിട്ടുള്ള അൽഫി ഇക്ബാൽ ഇവിടെ ഇതാക്കണ അവരുടെ കഴിവുകൾ തെളിയിക്കുന്നുണ്ട്. മരത്തിന്റെ ഇലയാണ് അവൾ അരിയുന്നത് കേസ്. അവളുടെ ആ ഒരു അരിയൽ കണ്ടോ? അപ്പൊ ഇതെന്നെ കൺഫേം ചെയ്ത് ഇതെന്നാണ് വരയ്ക്കുന്നത്. നമ്മൾ എത്രയായിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇത് ഞാനങ്ങോട്ട് വരച്ചിടോ. ഇവരിത് എന്തൊക്കെയാണ് കേസ് കാണിക്കുന്നത്? എനിക്ക് ഒറ്റടിക്കൊണ്ട് വരയ്ക്കാവുന്നതല്ലേ. പൂക്കൾ അവിടെ ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് സുന്ദരിക്ക് പൊട്ട് തൊട്ടുക എന്നുള്ളൊരു പരിപാടി അവിടെ ഉണ്ട്. അപ്പം തരാം. അപ്പൊ അതെന്താക്കണ കുട്ടീനെ നമ്മളിതാണ്, ഈ കുട്ടീനാണ് സുന്ദരിയായിട്ട് സെലക്ട് ചെയ്തത്. അപ്പൊ നമ്മളത് ചെറിയ A4 പ്രിന്റ് എടുത്ത് വലുതാക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇത് കണ്ടില്ല, ഈ കുട്ടീനെ ഈ AI ഗേളിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതാക്കണ പ്രിന്റ് എടുക്കാൻ ഇതാ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് പ്രിന്റ് അമർത്താം. അപ്പൊ ഞാൻ ഫോട്ടോ പ്രിന്റ് എടുക്കുമ്പോൾ ഇവിടെ ഇതാക്കണ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് സാരി അയച്ചിട്ടുണ്ട് നമുക്ക്. ഞാന് 2 വട്ടം അയച്ചു വെച്ച് ഇവൻ എന്നെ കൊണ്ട് ഉടുപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ എന്തൊക്കെ ഇട്ടു, പൂക്കൾ ഇട്ടു. പിന്നെ ബാക്കിലൊരു എന്താ പറയാ, ഒരു കുട്ടീനെ, സുന്ദരി കുട്ടീനെ വരച്ചു. പൂക്കൾ അടിപൊളി. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇതാക്കണ പടുവിനും അൽഫിക്കുള്ളതാണ്. പടുവും അൽഫിയാണ് പൂക്കൾ മൊത്തം സെറ്റ് ആക്കിയത്. പൂക്കള് അരിഞ്ഞത് പടു, ഡിസൈനർ അൽഫി, ഫില്ലിങ്. പിന്നെ ഞാൻ എന്റെ ഒരു കലാവിരുദ്ധം കുറച്ച് ടച്ചപ്പ് ചെയ്തപ്പോ ഇല്ല, തിരിഞ്ഞൊക്കെ നോക്കിന അങ്ങനെ പറഞ്ഞില്ല. നമ്മളിപ്പോ നോക്കണ വാതിലൊക്കെ ഡെക്കോർ ചെയ്ത് ഇവളവിടെ ഒട്ടിച്ച് ഇനി ഈ സുന്ദരിക്കാണ് നമ്മൾ ഇവിടെ പൊട്ട് തൊടാൻ പോകുന്നത്. അപ്പം ഇനി നമ്മള് സുന്ദരിക്ക് പൊട്ട് കുത്തുക ചടങ്ങിലേക്ക് പൊട്ട് ഇതാക്കണ ഇവിടെ റെഡിയാണ്. സോ ആരാണ് ആദ്യം ടൈറ്റാണ് നോക്കി ഇടപെടും. പിക്ചറിൽ തൊടാൻ പാടില്ല. പിക്ചറിൽ തൊട്ട് ബ്ലൈൻഡ് ഇല്ല. ഇവിടെ വന്നേ കള്ളക്കളി, അത് പിടിക്കൂലെന്ന് വെച്ചാ പിടിക്കും. ഇവനെ ആ പിക്ചറിന്റെ സാറില്ല കുഴപ്പമില്ല. ഒന്നുകൂടെ കറക്കാം. സാരില്ല. ഇനി നീ അവനെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, അവൻ തന്നെ ചെയ്യട്ടെ. എന്തോ ഒരു കള്ളത്തരം. അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ നെറ്റിയുടെ കറക്റ്റ് സ്പോട്ടിലാണ് ടേപ്പ് ഇരിക്കുന്നത്. നീ തൊട്ട് ഓക്കെ. അടുത്ത ആള് തൊട്ടോ കുത്തിയ പെർഫെക്റ്റ്. എന്റെ മോനെ കറക്റ്റ് എന്റെ മുടിമലല്ല ഓട്ടന്റെ ഉള്ളിൽ കൊണ്ടിട്ട് അപ്പുറത്ത്. അൽഫി ഇനി അടുത്ത നീയാണ്. നീ ഡയലോഗ് അടിക്കണ്ട. അടുത്ത് ഇവൻ തോറ്റ്. ഇപ്പൊ ഞാനാണ് ഇപ്പൊ കുറച്ചെങ്കിലും നിനക്ക് എന്തൊക്കെ ഇല്ലേ, ഇവനെന്തോ ഒരു നിഗൂഢത ഞങ്ങൾ ഉള്ള കാര്യമുള്ള പോലെ പറയടിക്ക്. തോൽപ്പിക്കണേ നീ തോൽപ്പിച്ചാ കുഴപ്പമില്ല. പക്ഷെ തൊട്ടോ ഓക്കെ പോട്ടെ
ഇതെന്തത് ഞാൻ സോഫയൊക്കെ വന്നിട്ടില്ലല്ലോ. തുടരുന്നിട്ടോ കറക്റ്റ് ചെയ്യുന്നുട്ടോ. എവിടെയാടാ പോയി? ചില്ലറന്നല്ല. അതെ, പക്ഷെ ഇതൊരു നല്ലൊരു പൊട്ട് തൊടലാണ്. ഇവിടെ നമ്മൾ തൊടാറുണ്ട്. അതെന്ത് പൊട്ട് തൊടലാ? അതെന്ത് പൊട്ട് തൊടലാ? അത് നമ്മൾ ബ്യൂട്ടി പൊട്ട് തൊടലാണ്. അപ്പൊ ഇതിലാരും ജയിച്ചെന്ന് പറഞ്ഞു? ആരും ജയിച്ചില്ല. അതെന്താ? ജയിക്കണമെങ്കിൽ കറക്റ്റ് തൊടണം. ഞാൻ കറക്റ്റ് തൊട്ട് ഉള്ളതിൽ വെച്ച് ഞാനാണ് ആരെങ്കിലും നോക്ക്, ഞാൻ പൊട്ട് തൊട്ടിങ്ങനെ ഇവിടെ നീ തൊടണം. ഇവിടെ ഉള്ളതിൽ വെച്ച് ഞാനാണ് ജയിച്ചത്, മനസ്സിലായോ? അങ്ങനെയല്ല ഇതില്, അങ്ങനെയാണ് ഉള്ളതിൽ വെച്ച് ജയിക്കലല്ല. എന്റെ പുനപ്പാടു നിന്റെ ഈ കൊച്ചു മുസ്ലിമാണ്, അതുകൊണ്ടാണ് ഞാൻ പൊട്ടി സൈഡിൽ തൊട്ടത്. വർഗീയവാദിയാണ്. ഇങ്ങനെ ഇങ്ങനെ റിലീജിയസ് പറഞ്ഞ അതിനെന്താ പേര് പറയാ? വർഗീയവാദി എന്നാ പറയാ? വർഗീയവാദി വളരെ മോശം. ഓണം സെലിബ്രേറ്റ് ചെയ്തോണ്ട് വർഗീയവാദി. അടുത്ത ഗെയിമാണ്. അപ്പൊ അൽഫി എക്സ്പ്ലെയിൻ ചെയ്യും, പറ. അതായത് നമ്മൾ ഈ ബലൂൺ വീർപ്പിച്ചുകൊണ്ട് ഈ ബലൂണിന്റെ ഹെൽപ്പില് നമ്മൾ ഈ ഇത് എന്താ ഈ സ്റ്റാക്കിൽ നിന്ന് എടുത്ത് ഒരു പുതിയ സ്റ്റാക്ക് ഉണ്ടാക്കും. ഓരോ ഗ്ലാസിന്റെ ഉള്ളിലും ബലൂൺ നിറച്ചിട്ട് ആ ബലൂണിനെ കൊണ്ട് നമ്മൾ ഗ്ലാസ് എടുത്ത് ഇപ്പുറത്ത് ഇതേമാതിരി 3 എണ്ണം വെക്കണം. അതല്ലേ സംഭവം? അപ്പൊ ഞാനും കൂടി ഉണ്ട്, നമ്മൾ 3 ആളും കൂടിയാണ് വീഡിയോ ഷൂട്ട് എടുക്കാൻ പോകുന്നത്. പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. 1 2 Get set go. സാലിയുടെ വാശിയേറിയ പോരാ. I am done. ഞാൻ ഇത് സമ്മതിക്കില്ല. കഴിഞ്ഞ കളി ഞാൻ ജയിച്ചതായിരുന്നു. ഇല്ല ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ കളി ഞാൻ ജയിച്ചതായിരുന്നു. ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ കളി ഞാൻ ജയിച്ചതായിരുന്നു. എന്നത് താഴെ വീണ് പോയി. നിന്റെ ആരുടെ കൈ തട്ടി താഴെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കളിച്ചിട്ട് ഞാൻ മര്യാദക്ക് ജയിച്ചതായിരുന്നു. ഇവനെ കപ്പ് എറിഞ്ഞിട്ട് ഞാൻ എടുത്ത് ജയിച്ചതായിരുന്നു. ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഞാൻ റീപ്ലേ പറയുന്നു. ഞാൻ റീപ്ലേ പറയുന്നു. ഇനി റീപ്ലേ ഒന്നുമില്ല. ഞാൻ റീപ്ലേ പറയുന്നു. എനിക്ക് റീപ്ലേ നിനക്ക് ജയിച്ചാലും നിന്നെ കൂട്ടില്ല, കാരണം നേരത്തെ നീ കളകളി കളിച്ചു. ഐ ആം ദ റെഫറി. സോ ഞാൻ പറയണ ഇനി നോ റീപ്ലേ. ഞാൻ ഇവിടുന്ന് പിണങ്ങി പോയി. ഞാൻ സഭ പിരിഞ്ഞു. ഇനിയൊരു റീപ്ലേ ഇല്ല. ഇത് ലാസ്റ്റ് ചാൻസ് ആണ്, അല്ലെങ്കിൽ ഇത് ഒരു ഓണത്തല്ലിൽ അവസാനിക്കും. സോ ഓണായ തല്ലുണ്ടാവണേ, ഞാൻ തല്ലുണ്ടാക്കും. എന്നാൽ ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന തേർഡ് പേഴ്സണ് ഒരു തല്ലു കൊടുക്കുക. വേഗം ആവട്ടെ, എന്റെ പായസം കരിഞ്ഞു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഗോ. ഇവിടെ ഒന്നും ആവുന്നില്ലല്ലോ. രണ്ടാളും ഒരുമിച്ച് ജയിച്ചു. അല്ല, റെഫറി അൽഫിയ ഇത് പോരുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. അങ്ങനെ നമ്മളുടെ സമ്പല ബഹുലമായ ആ ഒരു ഓണം ഡേ ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നു. അവസാനം തല്ലായി. ഞാനായിരുന്നു ബേബി ജയിച്ചിരുന്നത്. ഫസ്റ്റ് കളി നീ റീവൈൻഡ് ചെയ്ത് കണ്ടോക്കടാ. ഫസ്റ്റ് കളി അല്ല നിക്ക് വെയിറ്റ്. നീ കണ്ടത് രണ്ടാമത്തെ കളിയാണ് കണ്ടത്. നമ്മൾ ഫസ്റ്റ് അലമ്പാക്കി കളഞ്ഞത്. അതിന് നീ എന്നാ ജയിച്ചത്? ഹാപ്പി ഓണം പറയുമ്പോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഞങ്ങൾ സദ്യ കഴിച്ചില്ല. നിങ്ങൾക്ക് ആർക്കായിട്ടും ഞങ്ങൾ സദ്യക്ക് ഇൻവൈറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സദ്യക്ക് ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സദ്യ പാഴ്സൽ അയക്കുക. Bye bye guys, love you, take care.